ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മദേശം, ബ്രഹ്മാനന്ദ ശിവയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദമേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. അതുപോലെ തന്നെ അദ്ദേഹം പുരുഷ സിംഹമെന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹമെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാസ്കരാചാര്യനെന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ഭാസ്കരാചാര്യൻ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി പറയുകയുണ്ടായി, മനസ്സാണ് ദൈവം, മനസ്സാണ് ദൈവമെന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ 1893 ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. 1893 ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചു. ആൻസർ ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ തന്നെ 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആനന്ദ സൂക്തം, ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, മോക്ഷപ്രദീപം തുടങ്ങിയവ ആരുടെ ബുക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ? ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാഗുരുവാണ് കേട്ടോ. ഓർത്ത് വെച്ചോളുക. ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? തൈക്കാട് അയ്യാഗുരു എന്നാണ്. തൈക്കാട് അയ്യാഗുരുവാണ്. തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ചൊക്കെ നേരത്തെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കണക്കുന്നില്ല. ഒന്നുണ്ട് ലിംഗിങ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ദേവി ഭാഗവതം എഴുതിയതാരാണ്? ദേവി ഭാഗവതം എഴുതിയതാരാണെന്ന് അറിയാമോ? ആരാണ്? വേദവ്യാസനാണ്. ദേവി ഭാഗവതം എഴുതിയത് വേദവ്യാസനാണ്. ദേവി ഭാഗവതം എഴുതിയത് ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോഴത്തെ നവരാത്രി നടക്കുകയാണ്. നവരാത്രി എന്ന് പറയുമ്പോൾ നന്മയുടെ ഉത്സവമാണ്, അല്ലെങ്കിൽ നന്മയുടെ ആഘോഷമാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവം കൂടിയാണിത് നവരാത്രി. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഉത്സവമാണ് നവരാത്രി. കേട്ടോ, മനസ്സിൽ സൽചിന്തകൾ ഉണർത്തുന്ന ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഉത്സവമാണ്, അല്ലെങ്കിൽ ഒരു ആനന്ദ നവരാത്രി. കേട്ടോ, മനസ്സിലുള്ള മറ്റു ചിന്തകൾ ഇല്ലാതാവുകയും നല്ല ചിന്തകൾ, സൽചിന്തകൾ രൂപം കൊള്ളുകയും ചെയ്യുന്ന ഒരു സമയമാണ് നവരാത്രി സമയം. കേട്ടോ, നവരാത്രി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യ മനസ്സിലെ ആ നല്ല ചിന്തകൾക്ക് മുൻഗണന നൽകുന്ന ഒരു ആഘോഷമാണ് നവരാത്രി. ആഘോഷങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയാണ്. ആ തിന്മയുടെ മുകളിൽ നന്മ നേടിയ വിജയമാണ് നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയം കൊണ്ടാടുന്ന ഒരു ആഘോഷം കൂടിയാണ് നവരാത്രി. തിന്മ എന്തിനും പരാജയപ്പെടുകയുള്ളൂ. അത്യന്തികമായ വിജയം എന്തിനായിരിക്കും? എല്ലായ്പ്പോഴും സത്യത്തിനും നന്മയ്ക്കുമായിരിക്കും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നന്മയും സത്യം എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒരു മുഖമാണ്. സത്യം നന്മയുടെ ഒരു മുഖമാണ്. അതുപോലെ തന്നെ നന്മയുടെ മറ്റൊരു മുഖമാണ് സ്നേഹം. കേട്ടോ, നന്മയുടെ മുഖങ്ങളാണ് സത്യവും സ്നേഹവും ഒക്കെ. ജീവിതത്തിൽ നന്മ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നാലും ആ പരാജയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യും? ചിതറിപ്പോവുകയുള്ളൂ. ആ പരാജയങ്ങൾക്കൊരിക്കലും നമ്മെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കുക. നല്ല ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കുക. നമ്മളുടെ മനസ്സിനെ വളർത്തുക, നമ്മുടെ മനസ്സിനെ ഉയർത്തുക. മനസ്സ് ഒരുപാട് ഹൈറ്റ്സിലേക്ക് ഉയർന്നെങ്കിൽ മാത്രമേ ജീവിതവും എന്ത് ചെയ്യും? ഒരുപാട് ഉയരത്തിലേക്ക് പോകും. ജീവിതവും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോവുകയുള്ളൂ. വിശാലമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ നാരോ മൈൻഡഡ് ആയി പോയി കഴിഞ്ഞാൽ ജീവിതം എന്ത് ചെയ്യും? നാരോ മൈൻഡഡ് ആയിക്കഴിഞ്ഞാൽ ജീവിതം അകപ്പതിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് വിശാലമായിട്ട് ചിന്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ
സൽചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം നൽകുക. നന്മ പ്രവർത്തിക്കുക.